അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യ പടം എടുക്കുന്ന 31-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് അതിനു മുമ്പ് 1961 എന്ന വർഷം അദ്ദേഹം എക്കണോമിക്സിൽ BA എടുക്കുകയാണ്. ബിരുദമെടുത്തിട്ട് അദ്ദേഹം സർക്കാർ ജീവനക്കാരനായിട്ട് പോയി. സർക്കാർ ജീവനക്കാരനായിട്ട് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ പോകുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വരുന്നത്. നോക്കൂ, 1961 കോളേജ് വിദ്യാഭ്യാസം നടത്താൻ എത്ര ആളുകൾക്ക് സാധിക്കും? 1961 കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് സർക്കാർ ജോലി എത്ര മനുഷ്യർക്ക് കിട്ടും? അവിടെ നിന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനുള്ള സൗകര്യം എത്ര പേർക്ക് കിട്ടും? ആ സൗകര്യം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഉന്നത എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന ഈ പറയുന്ന ജാതി നിലകൊണ്ടുകൂടെയാണ്, സാമൂഹ്യ പ്രിവിലേജ് കൊണ്ടുകൂടെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ആ സാമൂഹ്യ പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തിന് പ്രതിഭയുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഭ അദ്ദേഹം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ചാല മാർക്കറ്റിലെ തൊഴിലാളിയുടെ മകൻ ഉണ്ടാകുന്ന പ്രതിഭ ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രതിഭ പ്രകടിപ്പിക്കാൻ ഇതുപോലെ ഈ സൗവർണമായിട്ടുള്ള ഒരു പ്രിവിലേജ് ഈ ചാല മാർക്കറ്റിലെ തൊഴിലാളിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമാണ് അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. പക്ഷേ അത് ജനാധിപത്യ സംവിധാനങ്ങൾ മാറുമ്പോൾ ലോകത്തിലെല്ലായിടത്തും ജനാധിപത്യ സർക്കാരുകൾ അങ്ങനെ അണ്ടർ പ്രിവിലേജിലായിട്ടുള്ള ആളുകൾക്കിടയിൽ പ്രതിഭകളുണ്ടെങ്കിൽ ആ പ്രതിഭ ഇല്ലാതായി പോകരുത് എന്നതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്തം കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരവും രാഷ്ട്രീയ വിവരവും അടൂർ ഗോപാലകൃഷ്ണനില്ല. അങ്ങനെ വിവരമില്ലാത്ത അടൂർ ഗോപാലകൃഷ്ണനെ അനൗചിത്യം നിറഞ്ഞൊരു സ്ഥലത്ത് അദ്ദേഹം ഇരിക്കേണ്ടതില്ലാത്തൊരു വേദിയിൽ കൊണ്ടുവന്നിരുത്തിയ സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയും.